ഈ അടുത്ത സമയത്തായി ജയിൽ DIG വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്തു. ജയിലിൽ കാണാൻ വരുന്ന പ്രതികളുടെ കുടുംബങ്ങൾ അവർ 30,000 മുതൽ 1,00,000 രൂപ വരെ അവരുടെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങിച്ചെന്നും TP കേസിലെ പ്രതികൾ അടക്കമുള്ളവരുടെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങിച്ചെന്നും ഈ കൈക്കൂലി ഭാര്യയുടെ വാട്സപ്പ് നമ്പറിലേക്ക് GPayയിലേക്ക് തുകയായി അടച്ചു കൊടുത്തതും അടുത്ത ദിവസങ്ങളിൽ കാണാൻ അനുമതി കൊടുക്കുന്നതും ഒക്കെ എല്ലാ റെക്കോർഡുകളും ലഭിച്ച ശേഷം വിജിലൻസ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തു എന്നുമാണ് കേട്ടത്. പക്ഷെ പിന്നെ വളരെ പെട്ടെന്നൊരു നടപടിയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇടയ്ക്ക് കഴിഞ്ഞ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതായി കാണപ്പെട്ടു. ഇപ്പോൾ ഈ ഇടതുമുന്നണിയുടെ ഭരണകാലത്ത് അവരോടുള്ള എല്ലാ ബഹുമാനവും ഇഷ്ടവും നിലനിർത്തിക്കൊണ്ട് പറയുകയാണ്, ഒരുപാട് കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് പൊതുസമൂഹത്തിൽ നിന്ന് അത് ആവശ്യപ്പെട്ട്, നമ്മൾ സാറിന് മലയാള ഭാഷയിൽ പറഞ്ഞാൽ അവിടവും അമരവും എല്ലാം കഴിഞ്ഞ് ജനങ്ങൾ ആവശ്യപ്പെട്ട് നിൽക്കക്കള്ളി ഇല്ലാതെ ചെയ്യുന്നത് പോലെയാണ് പലതും ഗവൺമെൻറ് ചെയ്യുന്നത്. ഇതൊക്കെ ആദ്യമേ തീരുമാനിക്കാവുന്നതാണ്. ഈ കേസ് രജിസ്റ്റർ ചെയ്ത് മണിക്കൂറുകൾക്കകം ആ പേപ്പർ പറന്ന് അടുത്ത കമ്പ്യൂട്ടറിലേക്ക് ചെല്ലാനും അതിന് അപ്രൂവൽ കൊടുക്കാനും ഒന്നും അധിക സമയം വേണ്ടി വരില്ല. പക്ഷേ ഈ വൈകുന്നതൊക്കെ എന്തുകൊണ്ടായിരിക്കുമെന്ന് ജനങ്ങളുടെ ഇടയിൽ വലിയ ചർച്ച കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൽ നടപടിയെടുക്കുന്നത്. അപ്പോൾ അത് വേറൊരു വിഷയം. എനിക്ക് ഈ വാർത്ത കേട്ടപ്പോൾ വളരെ കൗതുകം തോന്നി. ഒന്ന്, DIG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇതുപോലെ ഒരു കോമൺ പബ്ലിക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കാശ് വാങ്ങുന്നു ഡയറക്റ്റായി. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ പറഞ്ഞ DIGയും പോലീസ് ഓഫീസിലെ IPS ഓഫീസർമാരൊക്കെ അഴിമതി വിരുദ്ധരാണോ, അഴിമതി രഹിതരാണോ എന്ന്. ചിലർക്കൊക്കെ ഉണ്ടാവും, ആക്ഷേപങ്ങളായി ആരോപണങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറം ഡയറക്റ്റായി ഇങ്ങനെ ആളുകളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കുന്ന ഒരു DIG അതെന്താണെന്ന് എനിക്കൊരു അത്ഭുതം തോന്നി. രണ്ടാമത്തെ കാര്യം, അത് സ്വന്തം ഭാര്യയുടെ GPayയിലേക്ക് കാശിടുന്നു. ഇപ്പോൾ പോലീസിലോ സിവിൽ സർവീസിലോ ഒക്കെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ടെങ്കിലും അവരൊക്കെ പലതും ബോൾഡായി ചെയ്യുമെങ്കിലും അവരുടെ ഒന്നും ഫാമിലി ഒന്നും അതിലേക്ക്, പ്രത്യേകിച്ച് കേരള കേഡറിലൊന്നും നമ്മളങ്ങനെ കേട്ടിട്ടേ ഇല്ല ഒരു അഴിമതിയുടെ സംഗതിയുമായി ബന്ധപ്പെട്ട്. ഉത്തരേന്ത്യയിലൊക്കെ ഞാൻ പണ്ട് മധ്യപ്രദേശ് കേഡറിലൊക്കെ ഒരു വീട്ടിൽ റെയ്ഡ് നടത്തി ഈ സിവിൽ സർവീസ് ദമ്പതികളുടെ വീട്ടിൽ നിന്ന് കോടികൾ റിക്കവർ ചെയ്ത കഥയൊക്കെ കേട്ടിട്ടുണ്ട്. കേരളത്തിൽ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. ഇവിടെ മോർ ഓർ ലെസ് അക്കാര്യത്തിലൊക്കെ കുറച്ചുകൂടി ഡീസൻ്റാണ് കാര്യങ്ങൾ. പിന്നെ വലിയ അല്ലാത്ത ഭയങ്കരമായ എന്തെങ്കിലും സാമ്പത്തിക മാനേജ്മെൻറ്റൊക്കെ നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ബോധ്യമല്ലാതെ നമ്മൾ വിശ്വസിക്കാനും പാടില്ല. ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഈ മപ്രകൾ പറയുന്ന ഒന്നും നമുക്ക് ഉൾക്കൊള്ളാനും പറ്റില്ല. പക്ഷേ ഇതിലൊരു കാര്യമുള്ളത്, ഇതിങ്ങനെ അയച്ചല്ലോ എന്ന് വിചാരിച്ചു. അതായിരുന്നു എൻ്റെ രണ്ടാമത്തെ സംശയം. മൂന്നാമത്തെ സംശയം, വിജിലൻസ് കേസെടുത്തല്ലോ വളരെ പെട്ടെന്ന്. സാധാരണ ഈ വിജിലൻസൊക്കെ ഒരു DIG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ ഇങ്ങനെയൊക്കെ കേസെടുക്കാമോ എന്നതായിരുന്നു എൻ്റെ ചിന്ത. സംഗതി അതിനകത്തേക്ക് കയറി കാര്യങ്ങൾ പരിശോധിച്ചപ്പോഴല്ലേ കഥയറിയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഈ തമാശയായി വിളിക്കുന്ന ഒരു പേരുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിലൊക്കെ, കഞ്ഞിവെള്ള പോലീസ് എന്നൊക്കെ പറഞ്ഞ് ചിലർക്ക് ഇരട്ടപ്പേരിടാറുണ്ട്. പോലീസൊന്നുമല്ല, എന്തോ പേരിട്ടപ്പോൾ കളിയാക്കിയിട്ടൊരു പേരാണ് ഈ കഞ്ഞിവെള്ള പോലീസെന്ന്, അല്ലെങ്കിൽ അതുപോലെയുള്ള പേര്. പിന്നെ ചില പോലീസ് സ്റ്റേഷനിലൊക്കെ ഈ ഏഡ് മൂത്ത് SI എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അതിന് ഡയറക്റ്റ് SIമാരുടെ അത്രയും ഒരു പ്രിവിലേജും ഒരു സംഗതിയൊന്നും പലപ്പോഴും സ്റ്റേഷനുകളിൽ കിട്ടാറില്ല. ഡയറക്റ്റ് പ്രിൻസിപ്പൽ SIമാരായി വരുന്നവർക്കാണ് കുറച്ചുകൂടെ അവർ അധികാരം എക്സസൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ DIGയെ തിരക്കി ചെന്നപ്പോഴാണ് സംഗതി അറിയുന്നത്. നിങ്ങൾ എത്ര പേർക്കറിയാം, ഇത് IPSും സിവിൽ സർവീസും വേറൊരു കുന്ത്രാണ്ടവും കുടച്ചക്രവും ഒന്നുമില്ല. ജയിൽ റൂൾസ് പ്രകാരം ഒരു 10ാം ക്ലാസ്സുകാരനായി വാർഡനായി കയറുന്ന ഒരാൾ, ഇപ്പോഴത്തെ പേര് വെച്ച് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എന്നങ്ങാണ്ട് പറയും, പണ്ട് ഇതിന് പറയുന്ന വാർഡൻ എന്നൊക്കെയാണ്. ആ തസ്തികയിൽ കയറുന്ന ഒരാൾ മൂത്താണ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് എത്തുന്നത്. അതാണ് ഈ തസ്തികയുടെ യോഗ്യത. 10ാം ക്ലാസ്സും ഗുസ്തിയുമാണ് എന്ന് മാത്രമല്ല, അതിൻ്റെ ഈ വിവരങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് ഇത് പല സംഗതികളിൽ പറഞ്ഞ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എന്നാണ് ഇപ്പോൾ അതിൻ്റെ പേര്. ഫോർമർലി ഇതിൻ്റെ പേര് വാർഡർ എന്നായിരുന്നു. ഇതൊരു ബേസിക് എൻട്രി ലെവൽ എക്സിക്യൂട്ടീവ് പോസ്റ്റാണെന്നേ ഉള്ളൂ. ക്വാളിഫിക്കേഷൻ SSLC ഓർ ഇക്വലൻ്റ് ആണ്. ഏജ് ലിമിറ്റ് 18 മുതൽ 36 വയസ്സ് വരെ എന്നുള്ളതാണ് അതിൻ്റെ ഏജ് ലിമിറ്റ്. അത് കഴിഞ്ഞ് അസിസ്റ്റൻറ്റ് ജയിലർ ഗ്രേഡ് 1 ആവും, അല്ലെങ്കിൽ സൂപ്രണ്ടൻറ്റ് സബ് ജയിലാവും. പിന്നെ സൂപ്രണ്ടൻറ്റ് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇതിലേക്ക് എത്തുന്നത് ഡെപ്യൂട്ടി സൂപ്രണ്ടൻ്റ് ആവും. ആദ്യം അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറാവും, അത് കഴിഞ്ഞ് അസിസ്റ്റൻറ്റ് ജയിലർ ഗ്രേഡ് 1ഉം 2ഉം ആവണം. പിന്നീട് ഡെപ്യൂട്ടി സൂപ്രണ്ടൻ്റ് ആവും, പിന്നീട് സൂപ്രണ്ടൻ്റ് ഓഫ് സെൻട്രൽ ജയിലാവും,
പിന്നീട് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പ്രിസൺ എന്ന് പറയുന്ന ആ തസ്തികയിലേക്ക് എത്തും. എന്ന് പറഞ്ഞാൽ മൂത്ത് ഒരു ജയിലിൽ വാർഡറായിട്ട് കയറി എത്തുന്ന ഒരു പദവിയാണ് ഈ പദവി എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട്. 100 രൂപ കാശ് മുതൽ 50,000 രൂപ കാശ് വരെ കൈക്കൂലി വാങ്ങിക്കുന്ന, നമ്മുടെ നാട്ടിലൊക്കെ ജംഗ്ഷനിലൊക്കെ നിന്ന് ഓരോരുത്തരെ കാണുമ്പോൾ പറയത്തില്ലടാ ഒരു വീടി ഞാടാന്ന് പറയുന്നത് പോലെ അങ്ങനെ വരെ വാങ്ങിക്കാൻ മടിയില്ലാത്ത പലരും ഈ വഴിയിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളും ഇതിനൊരു കുപ്രസിദ്ധനായ ആളാണ്. അപ്പോൾ DIGയെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പം നമ്മൾ സാധാരണ പോലീസിലെയൊക്കെ റാങ്ക് വെച്ച് ഇത് ഉയർന്ന IPS അല്ലെങ്കിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ IPS കൺഫർ ചെയ്ത് കൊടുത്തവരോ ഒക്കെയാണ് എന്ന് വിചാരിക്കുന്നെങ്കിൽ തെറ്റിപ്പോയി. ഇത് ഫ്രൂട്ട്സ് കടയിൽ ഔക്കാഡോ വിൽക്കുന്ന സ്ഥലത്ത് നമ്മളിലെ നെല്ലിക്ക വിൽക്കുന്നത് പോലെ കച്ചവടം നടത്തപ്പെടുന്ന ഒരു ചെറിയ സംഗതി മാത്രമാണ് ഈ സംഗതി. അതുകൊണ്ട് ദയവായി ആരെങ്കിലും DIGയെ സസ്പെൻഡ് ചെയ്തു എന്ന് കേൾക്കുമ്പോൾ ഈ എൻ്റെ അടുത്ത് പറയാൻ കാരണം പലരും വിളിച്ചേച്ച് IPSകാർ ഇങ്ങനെ കാശ് വാങ്ങിക്കുമോ, ഇങ്ങനെ വാങ്ങിക്കാമോ, ശരിയാണോ, ഭാര്യയുടെ അക്കൗണ്ടിലേക്ക്, ഇതൊക്കെ ഒരു എന്താ പറയുന്നത് ഓഞ്ഞ ബുദ്ധിയല്ലേ. ഓഞ്ഞ ബുദ്ധി ആയതുകൊണ്ടല്ലേ സ്വന്തം ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് 50,000 ഇട്ടേക്കാൻ പറയുന്നത്. വേറൊരാളെ പോലും വിശ്വാസമില്ല. കാരണം ഇത് ആ ബുദ്ധിയിൽ വളർന്നു വന്നതാണ്, ആ ചിന്തയിൽ വളർന്നു വന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. തിരയെണ്ണാൻ പണ്ട് ആരോ പണിയറിയാവുന്ന ഒരുത്തനെ പിന്നെ വില്ലേജ് ആപ്പീസിൽ നിന്ന് മാറ്റി കടൽ തീരത്ത് പോസ്റ്റ് ചെയ്തപ്പോൾ പുള്ളി പെട്ടെന്ന് തന്നെ ഒരു സാധ്യത കണ്ടുപിടിച്ചു. ഈ വള്ളങ്ങൾ പോകുന്നവരെല്ലാം അങ്ങ് തടഞ്ഞു. തിരയുടെ മേളിൽ കൂടെ പോരുതെന്ന് പറഞ്ഞിട്ട് തിര തീർന്നിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ആശങ്കപ്പെട്ടു. ഓരോരുത്തർ തിരക്കി എന്താ പുള്ളി ഇങ്ങനെ പറയുന്നതെന്ന്. അപ്പോൾ ആ ബ്രോക്കർ പറഞ്ഞു അതിൻ്റെ അനുമതി വേണേൽ പുള്ളിക്ക് കാശ് കൊടുക്കണമെന്ന്. അങ്ങനെ എന്ത് ചെയ്തു, ഈ തിര മുറിച്ച് വള്ളങ്ങൾ പോകുന്നതിന് കാശ് വാങ്ങിക്കാൻ തുടങ്ങി. അപ്പോൾ സാധ്യത കണ്ടെത്തുന്നവൻ എവിടെ ചെന്നാലും സാധ്യത കണ്ടെത്തും. അങ്ങനെ ഇത് കണ്ട് മൂത്ത് ഈ എൻട്രി ലെവലിൽ വാർഡറായിട്ട് കയറി അവിടുന്ന് മൂത്ത് വന്ന് പുറത്തേക്ക് പോകുന്ന ഘട്ടമാണ് ഈ DIG ഘട്ടം എന്ന് പറയുന്നത്. അല്ലാതെ ഇത് മറ്റേ DIGയായിട്ട് ഒരു ബന്ധവുമില്ല. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പോലീസല്ല, കഞ്ഞുള്ള പോലീസാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി പറഞ്ഞു വന്നേ ഉള്ളൂ. ഇനി ഇക്കൂട്ടത്തിൽ ചിലപ്പോൾ നല്ലവരൊക്കെ ഉണ്ടാവും സത്യസന്ധരായിട്ടുള്ള, നമ്മൾ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ലല്ലോ. പക്ഷേ ഈ പുള്ളിയൊക്കെ കുപ്രസിദ്ധനാണ്. ഇതുപോലുള്ള പല കുപ്രസിദ്ധിയുള്ളവരും ഇതേ തസ്തികയിലിരുന്ന് നന്നായി ഒപ്പിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അത് കണ്ടൊരു ശിഷ്യനാണ് വളർന്നു വന്നപ്പോൾ ഈ പണി ചെയ്തത്.